ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു കോഴി കുറുമ ഉണ്ടാക്കാം. കുറുമ കറി പല ടൈപ്പിൽ വെക്കും. നമുക്ക് ഈ ടൈപ്പിൽ വെച്ച് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനുള്ളത് നോക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കുറച്ചിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിക്കണം. നന്നായി അത് മൂത്ത് വരുമ്പോൾ കൂടെ ഒരു സ്പൂൺ കുരുമുളക്, ഒരു അര സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒരു മുറി തേങ്ങ ചിരകി വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇത് ചുവന്ന നിറം വരുമ്പോൾ വറുക്കണം. തേങ്ങ വറുക്കണതിൻ്റെ നല്ല മണം ഉണ്ടാകും. ഉള്ളിൻ്റെയും തേങ്ങൻ്റെയും നല്ലൊരു മണവും അതുപോലെ തന്നെ രുചിയും ഉണ്ടാകും ഈ കറിക്ക്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ മുളകും മല്ലിയും തേങ്ങയൊക്കെ തനിയെ വറുത്ത് കല്ലിൽ അരച്ച് ചെയ്യുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക രുചിയാണ്. ഇപ്പം നമ്മൾക്ക് അതൊന്നുമില്ല, നമ്മൾ പൊടി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടെങ്കിൽ അതുപോലെ ഉള്ളൊരു ട്രൈ ചെയ്ത് നോക്കാം. ആ മുളകിൻ്റെയും മല്ലിൻ്റെയും ഒക്കെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുക്കാം. കറുവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. സവാള നന്നായി മൂത്ത് വരണം, ഇല്ലെങ്കിൽ ഒരു മധുര ചുവയുണ്ടാവും. അതുകൊണ്ട് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഒരു ബ്രൗൺ കളറായിട്ട് അതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞു വെച്ചതിട്ടിട്ട് നന്നായി ഒന്ന് വേകണം. 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 2 ഏലക്കായും 2-3 ഗ്രാമ്പും ഒരു ചെറിയ പട്ടയും കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിക്കൻ പൗഡറോ മീറ്റ് മസാല എന്തെങ്കിലും ഉണ്ടോ അതായാലും കുഴപ്പമില്ല. ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റണം. നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പൊറോട്ട, ചപ്പാത്തി, പൂരി, അപ്പം, ചോറ്റിൻ്റെ കൂടെ അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ല കോമ്പിനേഷനാണിത്. ആ ഇറച്ചിയിൽ തന്നെ ഉള്ള വെള്ളം ഒന്ന് വറ്റി വരണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. ബിരിയാണിൻ്റെ കൂടെയും നെയ്ച്ചോറ്റിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണിത്. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ അരപ്പൊന്ന് ഇട്ടിട്ട് തിളപ്പിക്കണം. തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണണം, കമൻസിൽ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം. ഇത് കണ്ടില്ലേ, കൂട്ട കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. നമുക്കത് ഏകദേശം ഒന്ന് വറ്റി കൂടി വരുമ്പോൾ ഒന്നുകൂടി ശരിയാവും. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക.
നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല മണവും രുചിയുമുള്ള കറിയാണിത്. പാകം പോലെ വന്നിട്ടുണ്ട്. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കറുവേപ്പിലയും ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. താങ്ക് യു.